ഈ സുന്ദരമെന്ന ദൈവാലയത്തിന്റെ വഴി അവൻ നാളുകളായി ഈ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നാളുകളായി ഇരിക്കുന്ന ഈ മനുഷ്യന് ഇതിനു മുമ്പും ഇവർ കണ്ടിട്ടുണ്ട്. അവർക്ക് ഒരു ചെറിയ ഒരു കുഞ്ഞു കുട്ടിയൊന്നുമല്ല, ഏതാണ്ട് 40 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനാണ്. ഈ പ്രായമുള്ള ഒരു മനുഷ്യന് ഇതിനു മുമ്പേയും ഈ സ്ഥലത്ത് ഇവൻ ഭിക്ഷ ചോദിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഭിക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ അന്ന് ഇവർ കണ്ടപ്പോൾ ഇവർ ഉറ്റു നോക്കുവാനായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അന്ന് ഇവർ കണ്ടപ്പോൾ ഉറ്റു നോക്കി. എന്താ കാര്യം? ഇതിനു മുമ്പേ ഇവനെ കണ്ടപ്പോൾ ഇവർക്കൊരു കാര്യം ഇല്ലായിരുന്നു. എന്താ ഇല്ലാതെ ഇരുന്നത്? ഇതിനു മുമ്പേ ഇവന്റെ മുമ്പിൽ, ഈ മുടന്തനായ വ്യക്തിയുടെ മുൻപിൽ ഈ അപ്പോസ്തലന്മാർ രണ്ടുപേരും ഇവനെ കണ്ടവരാണ്. ഇവന് മുമ്പേ കണ്ടിട്ടുണ്ട്, ഇവൻ ഭിക്ഷ ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ മുൻപിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത, അന്ന് ഇവരുടെ കയ്യിൽ കൊടുക്കാനില്ലാത്ത ഒരു ദൈവപ്രവൃത്തി ഇവർ എവിടെന്നാ പ്രാപിച്ചതെന്നറിയാമോ? 120 പേർ കൂടിയിരുന്ന മാളിക മുറിക്കകത്ത് ഇരുന്നിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ അഗ്നി ജ്വാലയ്ക്കൊത്ത് കണ്ടുള്ളവൻ അഗ്നി ജ്വാലയിൽ വെളിപ്പെട്ട് വന്നു. മാറത്ത് പെൺകച്ച കെട്ടിയവൻ അവൻ അവരുടെ മുമ്പിൽ വെളിപ്പെടാനിടയായി തീർന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, അത്യന്ത ശക്തിയോടുകൂടെ വെളിപ്പെട്ടു വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തെന്ന് അപ്പോസ്തലന്മാർ മാളിക മുറിക്കകത്ത് അറിയുവാനിടയായി തീർന്നു. ഇന്ന് പകലിൽ ഞാൻ കൈമാറുകയാണ്. നീ ഇന്നലകൾ നിന്നെ കണ്ടവരുണ്ടല്ലോ, ഇന്നലകൾ നിന്നെ കേട്ടവരുണ്ടല്ലോ, ഇന്നലകൾ നിന്നെ മാറ്റി നിർത്തിയവരുണ്ടല്ലോ, ഇന്നലകളിൽ കൊള്ളില്ല എന്ന് തള്ളിപ്പറഞ്ഞവരുണ്ടല്ലോ, അവരുടെ മുന്നിൽ എന്റെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, എന്റെ ദൈവത്തിന്റെ അഭിഷേകം നീ ചുമക്കാൻ തയ്യാറാകുമ്പോൾ, ഇന്നലകളിൽ കാണാത്തത്, ഇന്നലകളിൽ നിന്നെ മാറ്റി നിർത്തിയ അനുഭവങ്ങളെ അതിനെ ജയിക്കത്തക്ക നിലവാരത്തിൽ എന്റെ ദൈവത്തിന്റെ ശക്തിയെ വഹിച്ചുകൊണ്ട്, ഇന്നലകളിൽ നീ കണ്ടിട്ട് ഒരു മാന്യതയും കൽപ്പിക്കാത്ത ചിലരുടെ മുൻപിൽ ദൈവത്തിന്റെ അഭിഷേകത്തെ ചുമന്നുകൊണ്ട്, ദൈവത്തിന്റെ അധികാരത്തെ ചുമന്നുകൊണ്ട് നീ യാത്ര ചെയ്യാൻ പോകുമ്പോൾ നീ ഒരു അത്ഭുതമായി മാറുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നീ ഒരു അത്ഭുതമായി മാറുവാനിടയായിത്തീരും. എന്താ കാര്യം എന്നറിയാമോ? ഇന്നലകളിൽ കാണാത്തത്, ഇന്നലകളിൽ നീ ഒരു ശൂന്യമായിരുന്നു, ഇന്നലകളിൽ ജ്ഞാനമില്ലാത്തവനാ,